ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാഞ്ചീപുരം ഇഡ്ലിയുടെ റെസിപ്പിയാണ്. ഇത് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലേ? കാഞ്ചീപുരം ഇഡ്ലി എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു സ്പെഷ്യൽ അമ്പലത്തിൽ കൊടുത്തുകൊണ്ടിരുന്ന ഒരു പ്രസാദമായിട്ടുള്ള ഒരു ഇഡ്ലിയാണ്. അത് പിന്നീട് കുറച്ചുകൂടെ ഫേമസ് ആയിട്ട് എല്ലാവരും വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ തുടങ്ങി. അപ്പം ആ ഒരു ടേസ്റ്റിൽ നമ്മൾക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ആ ട്രഡീഷണൽ രീതിയിൽ നമ്മൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ അവർ മുള കൊണ്ടുള്ള ഒരു പാത്രമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ ഇഡ്ഡലി കോരി ഒഴിച്ചിട്ട് ഇഡ്ഡലി ഇങ്ങനെ നീളത്തിലിരിക്കുവേ, അങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അത് മുറിച്ചിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ നമുക്കിവിടെ അങ്ങനെ ചെയ്യേണ്ട, ഇഡ്ഡലി തട്ടിൽ തന്നെ ചെയ്യാം. നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട്, പക്ഷേ ടേസ്റ്റും ആ ഒരു എന്താ പറയുന്ന ഇൻഗ്രീഡിയൻസ് അതെല്ലാം ആ ഒരു രീതിയിൽ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഇഡ്ഡലി റവയാണ് എടുക്കുന്നത്. ഇപ്പം ഇഡ്ഡലി അരി ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിപ്പം റവ ഉപയോഗിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം അതിന് പകരം ഇഡ്ഡലി റവയുടെ പകരം ഇനി ഇഡ്ഡലി അരി ഇല്ലയെന്ന് വെച്ചാൽ പച്ചരി 2 ഗ്ലാസും അതുപോലെ പുഴുങ്ങലരി 1 ഗ്ലാസും കൂടെ മിക്സ് ചെയ്തിട്ടും വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ 3 ഗ്ലാസ്സാണ്, ഗ്ലാസിൻ്റെ അളവിലാണ് കാണിക്കുന്നത്. 3 ഗ്ലാസ് റവ എടുക്കുന്നുണ്ട്. റവ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപ്മാവിൻ്റെ റവയല്ല, ഇത് ഇഡ്ഡലി റവ എന്ന് പറഞ്ഞിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ, ആ റവയാണ്. അപ്പം അത് 3 ഗ്ലാസ് എടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഇപ്പം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്, കുതിർത്ത് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ വെള്ളം ആവശ്യം വരുവാണെങ്കിൽ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം കറക്റ്റ് 2 ഗ്ലാസ്സാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ എടുത്ത അളവിൽ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇഡ്ഡലി റവ എടുത്ത ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി അതേ ഗ്ലാസ്സിൽ ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഈ ഉഴുന്ന് നമ്മൾ സാധാരണ ഒരു പ്രാവശ്യം കഴുകിയതിന് ശേഷം പിന്നെ നമ്മൾക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇത് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് വയ്ക്കുന്നത്. ഇത് വെള്ളത്തിൻ്റെ കണക്കും കൂടെ ഞാൻ ജസ്റ്റ് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഇതിലോട്ട് 1 സ്പൂൺ ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഡ്ഡലി റവ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയത് കൊണ്ട് 1 ഗ്ലാസ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് 3 ഗ്ലാസ് റവയ്ക്ക് 3 ഗ്ലാസ് വെള്ളം തന്നെ വേണ്ടി വന്നു. അപ്പം ഇനി ഇത് നമ്മൾക്കൊരു 3 മണിക്കൂർ കുതിർത്ത് വെക്കണം. 3 മണിക്കൂർ വെച്ചാൽ മതി. അരി ആയതുകൊണ്ട്, അരിയല്ലല്ലോ നമ്മൾക്ക് ഈ ഇഡ്ഡലി റവയല്ലേ, അപ്പം പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ ഇനി ഇതേ 3 മണിക്കൂറിന് ശേഷം നമ്മുടെ ഇഡ്ഡലി റവയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉഴുന്നിൻ്റെ അതേ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ കുറച്ച് ഒഴിക്കുക. അതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ ഉഴുന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഉഴുന്ന് അരച്ചതിന് ശേഷം ഇനി അരി അരയ്ക്കാം. അരി നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് പേസ്റ്റ് ആക്കരുത്. നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ടത്. ഈ ഒരു കാഞ്ചീപുരം ഇഡ്ഡലി ഉണ്ടാക്കുമ്പം ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, തരിയായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഡ്ഡലി റവ ആയതുകൊണ്ട് തന്നെ അധികം നന്നായിട്ട് അരച്ച് എടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റ് കറക്കി എടുക്കുമ്പോഴത്തേക്കും തന്നെ ഇതുപോലെ ആയി കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആ ഉഴുന്നിലുള്ള വെള്ളം കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇത്രയും ഗ്ലാസ് മാത്രമേ വേണ്ടി വന്നുള്ളൂ വെള്ളം. 3 ഗ്ലാസ് നമ്മുടെ അരിക്കും 2 ഗ്ലാസ് ഉഴുന്നിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴയ്ക്കുക. ഞാൻ മറ്റെല്ലാ ഇഡ്ഡലിയിലും പറയുന്ന പോലെ തന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് തന്നെ നന്നായിട്ട് കുഴയ്ക്കണം. അത് ബബിൾസൊക്കെ കണ്ടു, ആ ബബിൾസൊക്കെ വരുന്ന അത്രയും തന്നെ നന്നായിട്ട് കുഴയ്ക്കുക. ഇനി ഇത് കുഴച്ചതിന് ശേഷം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾക്കത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കണം. ഞാനിവിടെ ഇപ്പം തണുപ്പായതുകൊണ്ട് ഒരു 12 മണിക്കൂറിൽ കൂടുതൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തത് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ നമ്മളൊരു 3/4 ടേബിൾ സ്പൂണോളം ജീരകം ഇടുക. ടേബിൾ സ്പൂൺ ആണ്. അതിനുശേഷം 3/4 ടീസ്പൂൺ തന്നെ കടലപ്പരിപ്പും ഇടുക. പിന്നെ നമ്മൾക്ക് കുരുമുളക് വേണം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. അത് നമ്മളിങ്ങനെ ക്രഷ് ചെയ്തിട്ടാണ് ഇടുന്നത്. അതിനുശേഷം കറിവേപ്പില ഇടുക. കറിവേപ്പില നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം 1/2 ടീസ്പൂൺ നമ്മുടെ ചുക്ക് പൊടി ഉണ്ടല്ലോ, അതിടുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടിയും ഇടാം. അത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് പൊടികൾ ഇടുമ്പോഴേ. ഇനി ഈ ഒരു മിക്സ് നമ്മൾക്ക് ഇഡ്ഡലിയുടെ മാവിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ ഇന്നും ചെയ്യുന്ന പോലെ തന്നെ ബട്ടറാണ് യൂസ് ചെയ്യണത്. എണ്ണ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ബട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇഡ്ഡലി എടുക്കും. തട്ടിലൊന്നും ഒട്ടാതെ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ്.
അപ്പോൾ ഇനി ഇഡ്ഡലി ഒഴിക്കാം നമ്മൾക്കിതിലോട്ട്. ഒരുപാട് നിറച്ചൊഴിക്കേണ്ട, കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതാണ് കൺസിസ്റ്റൻസി മാവിൻ്റെ. ഇനി ചൂടായിട്ടുള്ള ഇഡ്ഡലി പാത്രത്തിലോട്ട് ഇഡ്ഡലിയുടെ തട്ട് വെച്ചിട്ട് നമ്മൾക്ക് സാധാരണ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇഡ്ഡലിയൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് അടർത്തിയെടുക്കാം. അപ്പോൾ ബട്ടർ ആയതുകൊണ്ട് തന്നെ ഇത് കണ്ട് നല്ല കറക്റ്റായിട്ട് തന്നെ വന്നോളും. നമ്മൾക്ക് ഒരു പൊട്ടൊന്നും പൊട്ടാതെ തന്നെ നല്ല സ്മൂത്തായിട്ട് കിട്ടിക്കോളും. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം എടുത്തു. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കാഞ്ചീപുരം ഇഡ്ഡലി എന്ന് പറയുന്നത്. നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് സാധാരണ ഇഡ്ഡലിനേക്കാളും കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. നെയ്യും ഇതൊക്കെ ചേർത്തതുകൊണ്ട് ഇങ്ങനത്തെ ഇഡ്ഡലിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാവും. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് പിന്നെ അറിയാൻ പറ്റുമല്ലോ എന്തായാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. നമ്മൾക്ക് സാമ്പാറിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെയൊക്കെ ഇത് നന്നായിട്ട് കഴിക്കാം. അപ്പം ഇനിയിപ്പം അടുത്ത റെസിപ്പിയിൽ കാണാം നമ്മൾക്ക്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.